നമ്മൾ മെഷർ ചെയ്യുന്നു, ഫീൽഡ് സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യണം? Then a 3-dimensional solid figure is constructed from the reading. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ പോയിന്റ്സിലും എന്ത് കിട്ടി? ഫീൽഡ് സ്ട്രെങ്ത് കിട്ടി. ആ ഫീൽഡ് സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മളൊരു 3D ഫിഗർ അല്ലെങ്കിൽ ഒരു 3D സർഫസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു. 3-dimensional സോളിഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ട് ചെയ്യുന്നു. ആൻഡ് അങ്ങനെയായിരിക്കും നമുക്ക് റേഡിയേഷൻ പാറ്റേൺ ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദിസ് കേസ് ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ fixed point to the surface of sphere represent the field strength in that direction. ഓക്കെ, ഈ കേസിൽ നമുക്ക് ഫീൽഡ് സ്ട്രെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് സർഫസ് ഓഫ് ദി സ്പിയർ, നമ്മുടെ ഇമാജിനറി സ്പിയറിലെ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് ഫീൽഡ് സ്ട്രെങ്ത് ആയിട്ട് പറയുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ ഓർഡർ ദാറ്റ് ദി റേഡിയേഷൻ പാറ്റേൺ ഓഫ് ആൻ ആന്റിന ഇസ് റെപ്രസെന്റഡ് ഓൺ എ പ്ലെയിൻ പേപ്പർ, ദി 3-dimensional solid figure so obtained is cut by a plane passing through the fixed point. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയിരിക്കുന്ന 3D കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന 3D സോളിഡ് അല്ലേ, ആ 3-dimensional സോളിഡ് ഫിഗറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലൂടെ ഒരു പ്ലെയിൻ പാസ് ചെയ്ത് അതിനെ കട്ട് ചെയ്യുന്നു. കട്ട് ബൈ എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി ഫിക്സഡ് പോയിന്റ് സേ സെന്റർ ഓഫ് സ്പിയർ, അതായത് സെന്റർ ഓഫ് സ്പിയറിലേക്കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു. ആൻഡ് ഫിഗേഴ്സ് നൗ ഒബ്റ്റെയിൻഡ് ആർ യൂസ് ടു റെപ്രസെന്റ് ദി റേഡിയേഷൻ പാറ്റേൺ ഇൻ എ യൂഷ്വൽ വേ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫിഗേഴ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന റേഡിയേഷൻ പാറ്റേൺ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. റേഡിയേഷൻ പാറ്റേൺസ് ആർ ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ആന്റിനാസ് ആൻഡ് ആർ അഫക്റ്റഡ് ബൈ ദി ലൊക്കേഷൻ ഓഫ് ആന്റിന വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ആന്റിനാസിനും റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് അത് വേരി ചെയ്യും, വേരി ബൈ ദി ലൊക്കേഷൻ ഓഫ് ആന്റിന വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൗണ്ടുമായിട്ട് റെസ്പെക്റ്റീവായിട്ട് ആന്റിനയുടെ ലൊക്കേഷൻസിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ വേരിയേഷൻസിനനുസരിച്ച് റേഡിയേഷൻ പാറ്റേൺസും വേരി ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റേഡിയേഷൻ പാറ്റേൺ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെഫിനേഷൻ പഠിക്കണം. ഡെഫിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഗ്രാഫാണ് വിച്ച് ഷോസ് ദി വേരിയേഷൻ ഓഫ് ദി ആക്ച്വൽ ഫീൽഡ് സ്ട്രെങ്ത് of electromagnetic field at all points which are at equal distance from the antenna. ഓക്കെ, ആന്റിനയിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഓരോ പോയിന്റ്സിലെയും ഫീൽഡ് സ്ട്രെങ്സിന്റെ വേരിയേഷൻ അതിനെ ഷോ ചെയ്യുന്ന, അതിനെ കാണിക്കുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി 3-dimensional. റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് 3-dimensional ആയിരിക്കും. സോ നമുക്കൊരു പ്ലെയിൻ പേപ്പറിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ നമ്മൾ എങ്ങനെയാണ് റേഡിയേഷൻ പാറ്റേൺ ഡ്രോ ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എന്ത് പറഞ്ഞു? റേഡിയേഷൻ പാറ്റേൺ ഓരോ ആന്റിനയ്ക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലൊക്കേഷൻ ഓഫ് ആന്റിന വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ടിൽ നിന്ന് ആന്റിനയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റേഡിയേഷൻ പാറ്റേൺ ഇരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ in fact the graphical representation of radiation of an antenna as a function of direction is given the name radiation pattern of the antenna. ഓക്കെ, അപ്പൊ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ശരിക്കും പറഞ്ഞ ആന്റിനയിൽ നിന്നുള്ള റേഡിയേഷൻ ഓഫ് ആൻ ആന്റിന ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡയറക്ഷൻ. ഓക്കെ, ഓരോ ഡയറക്ഷൻസിലെയും ഒരു ആന്റിന ഇവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ദെൻ ഓരോ ഡയറക്ഷൻസിലും അതിന്റെ റേഡിയേഷൻസ് വരും അല്ലെ. ആ റേഡിയേഷൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്ന ഒരു ടേം ഡിഫൈൻ ചെയ്ത് പാരാമീറ്റർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് റേഡിയേഷൻ ഓഫ് ആൻ ആന്റിന ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡയറക്ഷൻ ഈസ് ഗിവൺ ദ നെയിം റേഡിയേഷൻ പാറ്റേൺ ഓഫ് ദി ആന്റിന. അപ്പൊ റേഡിയേഷൻ പാറ്റേൺ ഓഫ് ദി ആന്റിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആന്റിനയിൽ നിന്നുള്ള റേഡിയേഷൻസിന്റെ ഒരു റെപ്രസെന്റേഷൻ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡയറക്ഷൻ. ഒരു പ്രത്യേക ഡയറക്ഷനിൽ ആന്റിനയുടെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ആന്റിനയിൽ നിന്നുള്ള റേഡിയേഷൻസ് എങ്ങനെയാണെന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആണ് എന്ത് റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ദി റേഡിയേഷൻ ഫ്രം ദി ആന്റിന ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫീൽഡ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു വാട്ട്സ് പെർ മീറ്റർ. ഫീൽഡ് സ്ട്രെങ്തിന്റെ ടേംസിൽ റേഡിയേഷൻ പാറ്റേണിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ റേഡിയേഷൻ പാറ്റേണിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്?
ഫീൽഡ് സ്ട്രെങ്ത് പാറ്റേൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഫീൽഡ് സ്ട്രെങ്ത്. ഫീൽഡ് സ്ട്രെങ്തിന്റെ ടേംസിലാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ആ റേഡിയേഷൻ പാറ്റേണിനെയാണ് ഫീൽഡ് സ്ട്രെങ്ത് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫീൽഡ് സ്ട്രെങ്ത് പാറ്റേൺ എന്ന് പറയും. ഇഫ് ഓൺ അതർ ഹാൻഡ് ദ റേഡിയേഷൻ ഇൻ എ ഗിവൺ ഡയറക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ, ദെൻ ദ റിസൾട്ടിംഗ് പാറ്റേൺ ഈസ് പവർ പാറ്റേൺ. ഓക്കെ, അപ്പൊ ഫീൽഡ് സ്ട്രെങ്ത് പാറ്റേൺ എന്ന് പറയണമെങ്കിൽ റേഡിയേഷൻ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യുന്ന എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് എന്തായിരിക്കും? ഫീൽഡ് സ്ട്രെങ്ത്. ഫീൽഡ് സ്ട്രെങ്തിന്റെ ടേംസിലാണ് റേഡിയേഷൻ പാറ്റേൺ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഫീൽഡ് സ്ട്രെങ്ത് പാറ്റേൺ എന്ന് പറയും. ദെൻ പവറിന്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ അതിന്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? പവർ പാറ്റേൺ എന്ന് പറയും. ഓക്കെ, ഇഫ് ഓൺ അതർ ഹാൻഡ് ദ റേഡിയേഷൻ ഇൻ എ ഗിവൺ ഡയറക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ, ദെൻ ദ റിസൾട്ടിംഗ് പാറ്റേൺ ഈസ് കോൾഡ് എന്താണ് പറയുന്നത്? പവർ പാറ്റേൺ. ഹൗവർ ബോത്ത് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. പക്ഷെ എല്ലാം എന്താണ്? റിലേറ്റഡ് ആണ്. ഈ പവർ പാറ്റേൺ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഫീൽഡ് സ്ട്രെങ്ത് പാറ്റേൺ. പവർ പാറ്റേൺ എന്ന് പറയുന്നത് വിൽ ബി പവർ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? പവറിന്റെ ടേംസിലാണ് നമ്മൾ റേഡിയേഷൻ പാറ്റേണെ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പവർ പാറ്റേൺ എന്ന് പറയുന്നു. ഇനി ഫീൽഡ് സ്ട്രെങ്തിന്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ഫീൽഡ് സ്ട്രെങ്ത് പാറ്റേൺ എന്ന് പറയും. ദെൻ രണ്ടും റിലേറ്റഡ് ടു ഈച്ച് അതർ ആണ്. ആൻഡ് പവർ പാറ്റേൺ എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ്. സോ പവർ പാറ്റേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഫീൽഡ് സ്ട്രെങ്ത് പാറ്റേൺ. ഓക്കെ, power pattern is proportional to the square of the field strength pattern, and unless otherwise mentioned, radiation patterns henceforth referred to will be field strength pattern. ഓക്കെ, നമ്മൾ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് പവർ പാറ്റേണോ അല്ലെങ്കിൽ ഫീൽഡ് സ്ട്രെങ്ത് പാറ്റേണൊന്നും സ്പെസിഫിക് ആയിട്ട് എന്താ പറഞ്ഞിട്ടില്ല എങ്കിൽ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫീൽഡ് സ്ട്രെങ്ത് പാറ്റേൺ തന്നെയായിരിക്കും. ഓക്കെ, ഫീൽഡ് സ്ട്രെങ്ത് പാറ്റേൺ തന്നെയായിരിക്കും. നമുക്ക് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഫീൽഡ് സ്ട്രെങ്ത് പാറ്റേൺ തന്നെയായിരിക്കും. സിൻസ് ദ റേഡിയേഷൻ പാറ്റേൺ ഈസ് എ 3-dimensional figure and hence the coordinate system usually used for the same is the spherical coordinate. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറയുന്നത് റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് 3-dimensional ഫിഗർ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ 3-dimensional ആയതുകൊണ്ട് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് 3-dimensional ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? spherical coordinate system ആയിരിക്കും. that is r theta phi. spherical coordinate system is represented by എന്താണ്? r theta phi. Then the antenna is assumed to be located at origin of spherical coordinate system and the field strength is specified at points on the spherical surface of radius r. Then antenna, നമ്മുടെ ആന്റിന എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? ഒറിജിൻ ഓഫ് ദി സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിനിലാണ്. ആൻഡ് ഫീൽഡ് സ്ട്രെങ്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അറ്റ് പോയിന്റ്സ് ഓൺ ദി സ്പെറിക്കൽ സർഫസ് ഓഫ് റേഡിയസ് ആർ. റേഡിയസ് ആർ ഉള്ള സ്പെറിക്കൽ സർഫസിന്റെ പോയിന്റ്സിലാണ് നമ്മൾ ഫീൽഡ് സ്ട്രെങ്ത് സ്പെസിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഷേപ്പ് ഓഫ് ദി റേഡിയേഷൻ പാറ്റേൺ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി റേഡിയസ് ആർ. ഓക്കെ, ഷേപ്പ് ഓഫ് ദി സ്പെറിക്കൽ സിസ്റ്റം, അതായത് ആ റേഡിയേഷൻ പാറ്റേണിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആന്റിന ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്പിയറിന്റെ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിനിലാണ്. ആൻഡ് ദ ഫീൽഡ് സ്ട്രെങ്ത് ഇസ് സ്പെസിഫൈഡ് അറ്റ് പോയിന്റ്സ് ഓൺ ദി സ്പെറിക്കൽ സർഫസ് ഓഫ് റേഡിയസ് ആർ. റേഡിയസ് ആർ ഉള്ള സ്പെറിക്കൽ സർഫസിന്റെ പോയിന്റ്സിലാണ് ഫീൽഡ് സ്ട്രെങ്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഷേപ്പ് ഓഫ് ദി റേഡിയേഷൻ പാറ്റേൺ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി റേഡിയസ്. റേഡിയേഷൻ പാറ്റേണിന്റെ ഷേപ്പ് റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സ്പിയറിന്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ the direction of field strength E for the radiation field is always tangential to the spherical surface of imaginary sphere of radius r, and for vertical dipole electric field strength E is in the direction theta, and for the horizontal loop in the direction of psi. Okay,
ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡയറക്ഷൻ ഓഫ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഓൾവേസ് ടാൻജൻഷ്യൽ ടു ദി സ്പെറിക്കൽ സർഫസ് അല്ലെ. സ്പെറിക്കൽ സർഫസിന് എപ്പോഴും ടാൻജൻഷ്യൽ ആയിരിക്കും. നമ്മുടെ ഇമാജിനറി സ്പിയറിന്റെ നമ്മളൊരു സ്പിയർ ഇമാജിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു, ആ സ്പിയറിന്റെ സ്പെറിക്കൽ സർഫസിന് ടാൻജൻഷ്യൽ ആയിരിക്കും എപ്പോഴും എന്തെന്ന് പറയുന്നത്, റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫീൽഡ് സ്ട്രെങ്ത് ഫോർ ദി റേഡിയേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, ടാൻജൻഷ്യൽ ടു ദി ഇമാജിനറി സ്പിയർ. ഓക്കെ, ഇമാജിനറി സ്പിയറിന് ടാൻജൻഷ്യൽ ആയിരിക്കണം. ആൻഡ് ഇമാജിനറി സ്പിയർ ഓഫ് റേഡിയസ് ആർ ആൻഡ് ഫോർ വെർട്ടിക്കൽ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഇൻ ദ ഡയറക്ഷൻ തീറ്റ ആൻഡ് ഫോർ ദി ഹൊറിസോണ്ടൽ ലൂപ്പ് in the direction of phi. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഫോർ വെർട്ടിക്കൽ ഡൈപോൾ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, തീറ്റ ഡയറക്ഷനിലും. ആൻഡ് ഫോർ ഹൊറിസോണ്ടൽ ലൂപ്പ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ഡയറക്ഷൻ ഫൈയിലുമായി, അതായത് ഫൈ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഫീൽഡ് സ്ട്രെങ്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫൈ ഡയറക്ഷൻ ആയിരിക്കും. ഹൊറിസോണ്ടൽ ലൂപ്പ് ആണെങ്കിൽ, വെർട്ടിക്കൽ ലൂപ്പ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, തീറ്റ ഡയറക്ഷൻ ആയിരിക്കും. Then, in other words, radiation field strength may have components E theta and E phi as well, which may or may not be in time phase or mathematically. അപ്പോൾ അത് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, റേഡിയേഷൻ ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെ വരും, E theta, E phi വരും. ആൻഡ് നമുക്ക് അതിന് മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും, റൂട്ട് ഓഫ് ഈ തീറ്റ സ്ക്വയർ പ്ലസ് ഇ എന്ന് പറയുന്നത് ടോട്ടലി എന്ത് വരും, റൂട്ട് ഓഫ് ഇ ഫൈ സ്ക്വയർ എന്ന് പറയും. ഈ തീറ്റ സ്ക്വയർ പ്ലസ് ഇ ഫൈ സ്ക്വയർ എന്ന് പറയും. ഇ എന്ന് പറയുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്, ഈ തീറ്റ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഓഫ് തീറ്റ കമ്പോണന്റ് ആൻഡ് ഈ ഫൈ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫൈ കമ്പോണന്റ്. ഓക്കെ, ഇ എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് ഓഫ് ഇ തീറ്റ സ്ക്വയർ പ്ലസ് ഇ ഫൈ സ്ക്വയർ എന്ന് വരും. ഇ എന്ന് പറയുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. ഇ തീറ്റ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഓഫ് തീറ്റ കമ്പോണന്റ്, ഇ ഫൈ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫൈ കമ്പോണന്റ്. ദെൻ the radiation characteristics for vertically and horizontally polarization. Vertical polarization-നെയും horizontal polarization-നെയും radiation pattern എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. and hence shown by different radiation pattern. അപ്പോൾ ഡിഫറെൻറ്റ് റേഡിയേഷൻ പാറ്റേൺസ് ആയിരിക്കും ഹൊറിസോണ്ടൽ പോളറൈസേഷനും അതേപോലെ തന്നെ വെർട്ടിക്കൽ പോളറൈസേഷനും ഉള്ളതെന്നാണ് പറയുന്നത്. വെർട്ടിക്കൽ ആൻറ്റിനയുടെയും ഹൊറിസോണ്ടൽ ആൻറ്റിനയുടെയും ഫീൽഡ് പാറ്റേൺസ് പോളറൈസേഷനും ഒക്കെ എങ്ങനെയായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് റേഡിയേഷൻ പാറ്റേൺസും ആയിരിക്കും ഉള്ളത്. ആൻഡ് a complete radiation pattern is a three-dimensional solid figure and gives the radiation for all angles of the theta and phi. അപ്പോൾ വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി പോളറൈസേഷൻ ഒക്കെ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ഒരു കംപ്ലീറ്റ് റേഡിയേഷൻ പാറ്റേൺ എങ്ങനെയായിരിക്കും ഉള്ളത്, ഒരു 3-dimensional സോളിഡ് ഫിഗർ ആയിരിക്കും അല്ലേ. ഒരു കംപ്ലീറ്റ് റേഡിയേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, a 3-dimensional solid figure ആയിരിക്കും. and gives the radiation for all angles of the theta and phi. ഓക്കെ, എല്ലാ തീറ്റയും ആംഗിൾസ് ഏതൊക്കെയാണ്, തീറ്റ ഫൈയിലും എന്ത് വരും, റേഡിയേഷൻസ് ഉണ്ടാകും. ഓക്കെ, എല്ലാ തീറ്റ ഫൈ ആംഗിൾസിലും എന്തുണ്ടാകും, റേഡിയേഷൻസ് ഉണ്ടാകും. കംപ്ലീറ്റ് റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് 3-dimensional സോളിഡ് ഫിഗർ ആയിരിക്കും. however to represent the radiation pattern on a plain paper, അപ്പോൾ നമുക്ക് 2-dimensionally റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. a cross section through 3-dimensional pattern is taken. നമ്മുടെ ശരിക്കും ഒരു 3D സോളിഡ് ഫിഗർ ആണ് എന്തെന്ന് പറയുന്നത്, റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. സോ നമുക്ക് അത് ഒരു പേപ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2D ക്രോസ് സെക്ഷൻ 2D പേപ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3D ഫിഗറിൻ്റെ എന്തെടുക്കുന്നു, ഒരു ക്രോസ് സെക്ഷൻ എടുക്കുന്നു. ഓക്കെ, ക്രോസ് സെക്ഷൻസ് ജനറലി ടേക്കൺ ആർ ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ക്രോസ് സെക്ഷൻ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും. വെൻ ഫൈ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ, ഓക്കെ, ഫൈ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും നമ്മൾ ക്രോസ് സെക്ഷൻസ് എടുക്കുന്നത്. and thus the 2-dimensional pattern so obtained from 3-dimensional pattern by cutting with the horizontal and vertical planes are respectively known as horizontal pattern and vertical pattern. അപ്പോൾ horizontal pattern എന്താണ്, vertical pattern എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ
2-dimensional patterns obtained from 3D solid figure by cutting with a horizontal and vertical planes. ഹൊറിസോണ്ടൽ പ്ലെയിൻ വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ഹൊറിസോണ്ടൽ പാറ്റേൺ. ദെൻ വെർട്ടിക്കൽ പ്ലെയിൻ വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും വെർട്ടിക്കൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ഹൊറിസോണ്ടൽ പാറ്റേൺ. വെർട്ടിക്കൽ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ 3D സോളിഡ് റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് 3D സോളിഡ് ഫിഗർ ആണ്. അതിന് നമ്മൾ ഒരു പേപ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2D പേപ്പറിൽ 2-dimensional പേപ്പറിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പാറ്റേൺ എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടൽ പാറ്റേൺ ആയിരിക്കും. ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ വെച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പാറ്റേൺ എന്തായിരിക്കും? വെർട്ടിക്കൽ പാറ്റേൺ ആയിരിക്കും. ദെൻ then here നമുക്ക് ഇത് കാണിച്ചിരിക്കുന്ന ഒരു എലമെന്ററി ഡൈപോൾ ആണ്. ഇത് സെന്റർ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഒരു സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ സെന്ററിലിരിക്കുന്ന ഒരു ഡൈപോൾ ആന്റിനയെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്ത് സ്പിയറിന്റെ പോർഷനാണ് കാണിച്ചിരിക്കുന്നത്. സോ ഹിയർ നമ്മുടെ ആംഗിൾ തീറ്റ, പോയിന്റ് പി എന്ന് പറയുന്ന ആർ തീറ്റ ഫൈ റെപ്രസെന്റ് ചെയ്യുന്നത്. ദിസ് വിൽ ബി തീറ്റ. ആൻഡ് ഈ എലമെന്ററി കറണ്ട് എലമെന്റിന്റെ എന്താ ലെങ്ത് ഐഡിയൽ ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദിസ് വിൽ ബി മാഗ്നറ്റിക് ഫീൽഡ് കമ്പണന്റ് H5 വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ER വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഈ തീറ്റ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റ് ഇൻ ദി തീറ്റ ഡയറക്ഷൻ, ദാറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കാണിച്ചിരിക്കുന്നതാണ്. സോ ലെറ്റ് us now come to see the radiation patterns in particular. For example, an elementary dipole antenna, ideal എന്ന് പറയുന്ന ഒരു elementary dipole antenna ഇവിടെ വെച്ചിരിക്കുന്ന ഒരു സ്പിയറിന്റെ സെന്ററിൽ വെച്ചിരിക്കുകയാണ്. ദെൻ the magnitude of radiation term എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ for such an antenna, അങ്ങനെയുള്ള ഒരു ആന്റിനയുടെ റേഡിയേഷൻ ടേം അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ is given by E theta. E theta will be equal to എന്തായിരിക്കും? 60 pi divided by r lambda ideal dot sin theta ആയിരിക്കും. ഓക്കെ, E theta will be 60 pi ideal by r lambda dot sin theta. Then here നമുക്ക് എന്ത് മനസ്സിലായി? E theta is proportional to sin theta ആണ്. ഓക്കെ, E theta റേഡിയേഷൻ ടേം എന്ന് പറയുന്നത് E theta of an elementary dipole placed in a spherical coordinate system. ഒരു സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു എലമെന്ററി ഡൈപോളിനെ വെച്ചിരിക്കുകയാണ്. സോ നമ്മുടെ അതിന്റെ റേഡിയേഷൻ ടേമിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് E theta എന്നാണ്. E theta will be equal to എന്തായിരിക്കും? 60 pi ideal divided by r lambda dot sin theta ആയിരിക്കും. R എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ r theta ഫൈല് വരുന്ന റേഡിയസ്. ഓക്കെ, ദെൻ ഐഡിയൽ എന്ന് പറയുന്നത് ഇതിന്റെ ഈ കറണ്ട് എലമെന്റ് ഐഡിയലിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ്. ദെൻ lambda will be the wavelength, r will be what radius ആണെന്ന് പറഞ്ഞു. then sin theta, theta will be the angle, ഈ ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. so E theta will be 60 pi ideal by r lambda sin theta. then E theta എന്ന് പറയുന്നത് proportional to sin theta ആണ് from this equation. okay, equation നമുക്ക് മനസ്സിലാവും E theta will be proportional to sin theta ആയിരിക്കും. and theta എന്ന് പറയുന്നത് എന്താണ്? angle between the axis of the dipole and the radius vector. radius vector അതേപോലെ തന്നെ ഡൈപോളിന്റെ ആക്സിസും തമ്മിലുള്ള ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്? E theta. okay, E theta will be the angle between the axis of the dipole and the radius vector, and radius vector to the point where the field strength is measured. then thus as seen from equation 6.5b, E theta and so called H5 is proportional to sin theta. E theta അല്ലെങ്കിൽ H5 എന്ന് പറയുന്നത് proportional to sin theta ആയിരിക്കും. therefore the field strength is maximum when theta is equal to 90 degree. ഓക്കെ, ഇവിടെ പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ ആണ്. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ്. 1 വരുന്നത് സൈൻ 90 ഡിഗ്രി ആകുമ്പോഴാണ്. സോ 90 ഡിഗ്രിയിൽ എങ്ങനെയായിരിക്കും? മാക്സിമം ഫീൽഡ് സ്ട്രെങ്ത് ആയിരിക്കും. ഓക്കെ, സ്ട്രെങ്ത് വിൽ ബി മാക്സിമം അറ്റ് തീറ്റ is equal to 90 degree. then in the perpendicular direction of axis of dipole, and minimum എങ്ങനെയായിരിക്കും മിനിമം ആവുന്നത്? theta is equal to 0 degree. sin 0 will be എന്തായിരിക്കും? 0 ആയിരിക്കും. സോ 0 ഡിഗ്രിയിലായിരിക്കും എന്തെന്ന് പറയുന്നത്? മിനിമം വാല്യൂ വരുന്നത് ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് ഡൈപോൾ. ഓക്കെ, ഇവിടെ
മാക്സിമം വരുന്നത് തീറ്റ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡൈപോളിന്റെ ആക്സിസിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും. ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് ഡൈപോൾ ആയിരിക്കും. ആൻഡ് മിനിമം വരുന്നത് തീറ്റ വിൽ ബി എന്തായിരിക്കും 0 ഡിഗ്രി ആയിരിക്കുമ്പോഴായിരിക്കും. അതെന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഡൈപോളിന്റെ ഡയറക്ഷൻ ആക്സിസിന്റെ ഡയറക്ഷന് എന്താ പാരലായിട്ട് അല്ലെങ്കിൽ along the direction of axis of dipole. Okay, then the variation of phi theta അല്ലെങ്കിൽ h phi with angle can be drawn by field pattern. Okay, then ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ 6.2b. ഓക്കെ, ഫിഗർ 6.2bയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. 2-dimensional pattern obtained by cutting 3-dimensional pattern with the vertical plane along the axis of dipole. Okay, along the axis of dipole കട്ട് ചെയ്തപ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ വെച്ച് ഉപയോഗിച്ച് കട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ 2-dimensional പാറ്റേൺ ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് മാക്സിമം റേഡിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് മാക്സിമം റേഡിയേഷൻ, പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും. ആൻഡ് മിനിമം ഡയറക്ഷൻ എന്ന് പറയുന്നത് എലോങ് ദി ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് ദി ഡൈപോൾ ആയിരിക്കും. ഓക്കെ, then figure 6.2a is 1/2 of the 3-dimensional pattern. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു നമ്മുടെ 3-dimensional പാറ്റേണിന്റെ ഒരു ഹാഫ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് illustrate that fields are functions of theta and does not depends on the angle. While ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എന്തായിരിക്കും? ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫങ്ഷൻസ് ഓഫ് തീറ്റ ആണ്. ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ എന്തായിരിക്കും? ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഫിഗർ 6.2ലാണെങ്കിൽ 2-dimensional pattern obtained by cutting the 3-dimensional pattern by a vertical plane. വെർട്ടിക്കൽ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന along the axis of dipole, ഡൈപോളിനെ ആക്സിസിനെ എലോങ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. ഇൻ അതർ വേർഡ്സ് ഫിഗർ 6.2b is the front view of figure 6.2a. Figure 6.2c is also 2-dimensional pattern obtained by cutting 3-dimensional pattern by a horizontal plane at the center of the dipole. Okay, ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്ന ഫിഗർ ഇതെന്ന് പറഞ്ഞാൽ 2-dimensional pattern when cut by a horizontal plane. ഒരു horizontal plane വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന 2D പാറ്റേൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Then here നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? കട്ടിംഗ് 3-dimensional pattern by a horizontal plane at the center of the dipole. As seen, 3-dimensional pattern of a short dipole is donut. ഓക്കെ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-dimensional pattern എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോണറ്റിന്റെ ഷേപ്പിലാണ്. ഓക്കെ, ഡോണറ്റിന്റെ ഷേപ്പിലായിരിക്കും, അതായത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ഡോണറ്റിന്റെ ഷേപ്പ് ആയിരിക്കും 3-dimensional pattern എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ 2-dimensional pattern എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഗർ ഓഫ് 2-dimensional pattern ഈസ് എ ഫിഗർ ഓഫ് 8. ഓക്കെ, ഫിഗർ ഓഫ് 8. സോ ഇങ്ങനെ, അതായത് 8 ഇങ്ങനെ, അതായത് ഇൻഫിനിറ്റി എന്നൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതായിരിക്കും എന്തെന്ന് പറയണ ഈ ഷേപ്പ്. ഓക്കെ, ഇതായിരിക്കും 2-dimensional pattern വരുന്നത്. ദെൻ വെൻ കട്ട് ബൈ എ വെർട്ടിക്കൽ പ്ലെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ 8 ആയിരിക്കും. ദെൻ ഒരു സർക്കിൾ ആയിരിക്കും വെൻ കട്ട് ബൈ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? സർക്കിൾ ആയിരിക്കും. ഓക്കെ, ദിസ് വിൽ ബി ദി പാറ്റേൺ. ഓക്കെ, അപ്പോൾ റേഡിയേഷൻ പാറ്റേണിന്റെ ഷേപ്സ് 3-dimensional ആയിരിക്കുമ്പോൾ അതൊരു ഡോണറ്റിന്റെ ഷേപ്പ് ആയിരിക്കും. വെർട്ടിക്കൽ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? 8 ആയിരിക്കും അതിന്റെ ഷേപ്പ്. ദെൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ വെച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? സർക്കിൾ ആയിരിക്കും. ദെൻ വെൻ കട്ട് ബൈ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ എബോവ് പാറ്റേൺസ് ആർ ഓഫ് കോഴ്സ് ഫോർ വെർട്ടിക്കലി പ്ലേസ്ഡ് ഡൈപോൾ ആന്റിന. ഓക്കെ, ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു വെർട്ടിക്കലി പ്ലേസ് ആന്റിന ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഹിയർ ഓൾസോ ആന്റിന ഈസ് vertically placed ആണ്. ഹിയർ ഓൾസോ എന്താണ്? vertically placed ആണ്. ഓക്കെ, then similarly for a horizontally placed dipole antenna, 3-dimensional pattern is shown in the figure 6.3a. Its front view, that is 2-dimensional pattern is a figure of 8. Then നമ്മൾ വെർട്ടിക്കലി പ്ലേസ്ഡ് ആന്റിനയുടെ കേസാണ് ഇത് പറഞ്ഞത്. ഇനി ഹൊറിസോണ്ടലി പ്ലേസ്ഡ് ആന്റിന ആണെങ്കിൽ എങ്ങനെയായിരിക്കും?
ഡൈപോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടലി ആയിരിക്കും. ഹൊറിസോണ്ടലി ആണ് ഡൈപോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 ഡയമെൻഷണൽ ഷേപ്പ് ഇങ്ങനെ വരും. ഹാഫ് ഓഫ് ദി 3 ഡയമെൻഷണൽ ഇതാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ദിസ് വിൽ ബി 8 അല്ലേ, 8ൻ്റെ ഷേപ്പ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. വെർട്ടിക്കലി ആയിരുന്നപ്പോൾ ഇങ്ങനെയാണ് വന്നത്. സോ ദിസ് വിൽ ബി ലൈക്ക് ഒരു സ്ട്രെയിറ്റ് 8 ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ വെർട്ടിക്കൽ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ, ദെൻ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ വെച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിലോ കട്ട് ബൈ എ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിൻ അലോങ് ദി അറ്റ് ദി സെന്റർ ഓഫ് ഡൈപോൾ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ്. അപ്പോൾ നമുക്ക് ആക്സിസിന് അലോങ് ദി ആക്സിസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് 8 കിട്ടും. ദെൻ അലോങ് ദി ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദി ഡൈപോൾ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ്. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു സർക്കിൾ ആയിരിക്കും കിട്ടുന്നത്. ദെൻ okay, the 3-dimensional pattern is shown in the figure 6.38 front view. That is 2-dimensional pattern is a figure of 8 when cut by a vertical plane along the axis of dipole, and a circle when cut by vertical plane at the center of dipole perpendicular to axis. Axis ന് perpendicular ആണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുന്നത്. ആക്സിസിന് അലോങ് ദി ആക്സിസ് ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു 8 ഷേപ്പിലായിരിക്കും നമ്മുടെ റേഡിയേഷൻ പാറ്റേൺ വരുന്നത്. സോ ദെൻ perpendicular to the axis. The two vertical planes, that is one along the axis of dipole and the other perpendicular to axis of dipole, are of great importance. Okay, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ആക്സിസ് ഓഫ് ഡൈപോളിൻ്റെ ആക്സിസിന് അലോങ് ആയിട്ടുള്ള വെർട്ടിക്കൽ പ്ലെയിൻ, അതേപോലെ ഡൈപോളിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എന്താ വെർട്ടിക്കൽ പ്ലെയിൻ. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഫർദർ ഇൻക്രീസിങ് ലെങ്ത് ഓഫ് ആൻറ്റിന ചേഞ്ചസ് ദി ഷേപ്പ് ഓഫ് റേഡിയേഷൻ പാറ്റേൺ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ വെച്ച് അലോങ് ദി ആക്സിസ് കട്ട് ചെയ്തപ്പോഴും അതേപോലെ തന്നെ അലോങ് ദി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, ഓക്കെ, പെർപെൻഡിക്കുലർ ഡയറക്ഷന് എലോങ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തപ്പോഴും എങ്ങനെയായിരുന്നു ഡിഫറെൻറ്റ് റേഡിയേഷൻ പാറ്റേൺസ് ആണ് കിട്ടിയത്. അതേപോലെ തന്നെ ഇൻക്രീസിങ് ലെങ്ത്, ആൻറ്റിനയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്താലും നമുക്ക് റേഡിയേഷൻ പാറ്റേണിൻ്റെ ഷേപ്പിൽ ചേഞ്ച് ആയിരിക്കും. ഓക്കെ, ആൻറ്റിനയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്താലും റേഡിയേഷൻ പാറ്റേണിൻ്റെ ഷേപ്പ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ദെൻ so since an isotropic radiator radiates uniformly in all direction and hence its radiation pattern is a sphere, the common types of radiation patterns can be classified as, അപ്പോൾ നമ്മൾ പറഞ്ഞു റേഡിയേഷൻ പാറ്റേൺ ഒരു ഐസോട്രോപിക് റേഡിയേറ്റർ ആണ് ഐഡിയൽ ആയിട്ട് നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ കേസായിട്ട് പറയാൻ സാധിക്കും. സോ ഐസോട്രോപിക് റേഡിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എല്ലാ ഡയറക്ഷൻസിലും റേഡിയേറ്റ് ചെയ്യുന്നു അല്ലെ, റേഡിയേറ്റ്സ് യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻ ആൻഡ് ഹെൻസ് ഇറ്റ്സ് റേഡിയേഷൻ പാറ്റേൺ ഈസ് എ സ്ഫിയർ. ആൻഡ് റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സ്ഫിയർ ആയിരിക്കും. ആൻഡ് കോമൺ ടൈപ്സ് ഓഫ് റേഡിയേഷൻ പാറ്റേൺസ് ഏതൊക്കെയായിരിക്കും വരുന്നത്, ക്ലാസിഫൈ ചെയ്യാം നമുക്കെങ്ങനെ. ഒമ്നി ഡയറക്ഷണൽ ഓർ ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് പാറ്റേൺ, പെൻസിൽ ബീം പാറ്റേൺ, fan beam pattern and shaped beam pattern. Okay, commonly radiation patterns നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 4 ടൈപ്സ് ആണ്. ഒമ്നി ഡയറക്ഷണൽ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് പാറ്റേൺ എന്ന് പറയും ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ടൈപ്പ് പെൻസിൽ ബീം പാറ്റേൺ ആണ്. തേർഡ് ടൈപ്പ് എന്താണ്, ഫാൻ ബീം പാറ്റേൺ. ആൻഡ് ഫോർത്ത് ഈസ് ദി ഷേപ്ഡ് ബീം പാറ്റേൺ. ഓക്കെ, so first one is the omnidirectional or broadcast type pattern, second is the pencil beam pattern, third is the fan beam pattern, and fourth is the shaped beam pattern. In addition to this, there are other pattern shapes too which are utilized in direction finding work, etc. For example, limacone or കാർഡിയോയിഡ്, ഫിഗർ ഓഫ് 8 പാറ്റേൺസ് എക്സെട്ര. അപ്പം ഇത് മാത്രമല്ല, ഇത് ഇപ്പം നമുക്ക് 4 പാറ്റേൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒമ്നി ഡയറക്ഷൻ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് പാറ്റേൺ എന്ന് പറയും. സെക്കൻഡ് വണ് പെൻസിൽ ബീം പാറ്റേൺ ആണ്. തേർഡ് വൺ ഫാൻ ബീം പാറ്റേൺ ആണ്. ആൻഡ് ഫോർത്ത് ഈസ് ദി ഷേപ്ഡ് ബീം പാറ്റേൺ ആണ്. സോ ഇത് കൂടാതെ തന്നെ ചില പാറ്റേൺസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, കാർഡിയോഡ്, ലിമാക്കോൺ, കാർഡിയോഡ്, ദെൻ അത് ഫിഗർ ഓഫ് 8 പാറ്റേൺ എന്നൊക്കെ പറയും. ദെൻ on summarizing, an antenna radiation pattern is therefore defined as a graphical representation of radiation properties of the antenna as a function of space coordinates. അപ്പോൾ നമ്മൾ റേഡിയേഷൻ പാറ്റേൺ ആണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്.